കണ്ണിന്റെ പരിപാടി പറഞ്ഞാൽ ഞാൻ കുറെ ചെയ്തല്ലേ. നമുക്ക് കൺസൈൻമെന്റ് ഇടിക്കുന്നതിനകത്ത് നിന്ന് കുറച്ച് 10-20 എടുത്തങ്ങ് വിറ്റാലും കണ്ണൂർ നിർബന്ധമാണെങ്കിൽ നമുക്ക് 5-6 എടുക്കാം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണ്ണിന്റെ പരിപാടി ഒരുമിച്ച് ചെയ്താലും അണ്ണേ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ. ഒന്നോ രണ്ടോ നാലോ കാര്യങ്ങൾ പറ. എടാ ഞാൻ ഇന്നലെ മിസ്റ്റർ എക്സിനെ കാണാൻ പോയിരുന്നു കേട്ടോ. മിസ്റ്റർ എക്സ് കള്ളൻ. മിസ്റ്റർ എക്സ് ഒസാമയാരടി? ഒസാമ നമ്മളെ അപ്പുറത്തെ വീട്ടിലുള്ള പയ്യെ നമുക്കറിയുന്നുള്ള തന്നെ. ആ കണ്ടം കഴിവേറി വേറൊരു കണ്ടം കഴിവേറിയായിട്ട് എന്തോ ഗണ്ണിന്റെ ഡീലിംഗ് ഉണ്ടെന്നോ അത് തോന്നുന്നുണ്ടെന്നോ. പിന്നെ ഇങ്ങോട്ട് വന്നേ, നമ്മുടെ ഗാങ്ങിലെ എല്ലാവരും അല്ലേ നീ? കഴിഞ്ഞ വട്ടം നമ്മൾ കൺസൈൻമെന്റ് എടുത്തിട്ട് ഗാങ്ങിൽ നിന്ന് കണ്ണെടുത്തോണ്ട് പോയി. ഇത്തവണ ഗാങ്ങിൽ നിന്ന് കണ്ണുവല്ലോ എടുത്തോ? ഇല്ല, ഞാൻ എടുത്തില്ല. മനസ്സാ വാചക കർമ്മണ ഒരു ഗണ്ണെന്റെ ഇല്ല. ഉറപ്പാ ഞാൻ എടുത്തില്ല. ഇത് ആര് പറഞ്ഞു ഇതൊക്കെ? അല്ല ഞാൻ ചോദിച്ചേ എടുത്തോന്ന്. ഇല്ല കൗണ്ട് നോക്കാൻ പറ. വാസുവിന്റെ കൗണ്ട് ഒക്കെ എടുത്തല്ലേ? ഞാൻ എടുത്തോന്ന് ചോദിച്ചേടാ. നീ ഇങ്ങനെ എന്തിനാ ഈ പ്രസവിക്കാൻ ഇങ്ങനെ ഒരു കള്ളനാക്കുമ്പോ എനിക്കിങ്ങനെ വിഷമം വരൂലേ? ഞാൻ കള്ളനാക്കിയതല്ലടാ മോനെ. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ അപ്പൊ ഞാൻ ചോദിച്ച ഈ ഗണ്ണിന്റെ പരിപാടിയൊക്കെ നിനക്ക് എങ്ങനെയാന്ന് അറിയാവോന്ന് ചോദിച്ചാ. അതൊക്കെ എനിക്കറിയാം. ഗണ്ണിന്റെ പരിപാടി പറഞ്ഞാൽ ഞാൻ കുറെ ചെയ്തല്ലേ. ഇങ്ങോട്ടൊന്ന് വന്നേ. കാട്ടിനകത്ത് കുത്തിരി. ഇത് വേറെ ആരെങ്കിലും വിചാരിക്കും. ഇപ്പൊ വേറെ എന്തെങ്കിലും വിചാരിക്കും. പാന്റ് ഊരി ചന്ദ്രൻ നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞ ഒരു മാനേഴ്സ് ഇല്ലടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗണ്ണിന്റെ പരിപാടിക്ക് ഈ ഗണ്ണിന്റെ പരിപാടി എങ്ങനെ പരിപാടി? ഇതിപ്പോ എന്ത് ചെയ്യും? മാറി സംസാരിക്കാം. വണ്ടി എടുത്തിട്ടാ ഇന്ന് സ്ഥാനം വെൽക്കുന്ന ദിവസം തന്നെ സസ്പെൻഷൻ കിട്ടുമെന്തോ. നമ്മള് 3 പേരായിരുന്നു മറ്റേ പരിപാടിക്ക്. ഇല്ല അന്ന് മറ്റേ പരിപാടി SRK അന്ന് മറ്റേ പറഞ്ഞ ഡീലിംഗ് ഒക്കെ നടത്തുന്നവനായിരുന്നു മറ്റേ ആൾക്കാർ. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി എങ്ങനെ, അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഒസാമയും കൂടെ. ഒസാമ ആരാടാ? ഒസാമ ഇവിടെ ഇല്ല. പുള്ളിക്കാരൻ വാ തുറന്ന ഉടനെ ഒസാമ. ഓക്കെ എന്റെ ദേമേ കുട്ടി സോറി. പിടിക്കണോ? ഞാൻ പിടിക്കണം. പറ്റുമോ? അലീനായിരുന്നു. നോക്കിയേക്കാ പോടി വണ്ടി കൊണ്ട്. നോക്കിയേക്കാ പോടി. വന്ന് വണ്ടിന്ന് വീണ് പിള്ളേർക്ക് മനുഷ്യർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയേക്കാ ഓടിക്കണ്ടേ? മനസ്സിലായില്ലല്ലേ അതാരാ? മുടിയും കണ്ടുകൂടാ അവളുടെ. കണ്ടുകൂടാട്ടാ. ഇപ്പാണ് കണ്ടത്. അയ്യോ ഞാൻ എപ്പോഴും മുടി മാറ്റില്ലേട്ടാ. ഒരു അനുഗ്രഹം മതി. കേട്ടില്ല എന്ത് വാടാ ഈ കാണിക്കുന്നേ ചന്ദ്ര? പോയി വണ്ടി മാറിയ വിളക്ക. കല്യാണവും മുടക്കി മനുഷ്യന്റെ. പോടേ അന്ന് അവളൊക്കെ അങ്ങനെ കണ്ടേ. ഇവിടെക്കാണ് എന്റെ തല കെട്ടിച്ചേരാൻ നോക്കിയത്. അണ്ണു ഗണ്ണിന്റെ കേസ് പറ. ഇതെന്തുവാ വണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല. വല്ല മലയുടെ മുകളിൽ പോണോ? അന്ന് നമുക്ക് മലയിൽ കയറാം. എന്നാലൊരു വൈബ് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ആര് ബാക്കിന്ന് പറഞ്ഞ? എന്തുവാ ഇതൊക്കെ? ആരാടാ ഇതൊക്കെ? അണ്ണന് ഡിസ്റ്റർബൻസ് ആകല്ലേ? നമ്മളെ കുടുംബത്തിനെ എവിടെ അവള്? അല്ല ഇത് ആരിത്? ദേവക്കുട്ടി. ദേവക്കുട്ടി അതാരത്? ഇതൊക്കെ ആരത്?
ഹലോ ഹലോ ആരാ ഈ വെടി വെക്കുന്നേ? അതെ ഞാൻ ഒരു കാര്യം പറയട്ടാ ഈ പറ 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 പറഞ്ഞു തരാം പറ. അതെ അളിയ ആ എടീ ചന്ദ്രൻ അണ്ണ ഒന്ന് ഒരു പറയൂ, ഈ എനിക്ക് പെണ്ണിന് പുറകെ ഇതിൽ ഈ പെണ്ണ് പറഞ്ഞിട്ട് നമ്മളെ പൊന്നെ കുടുംബത്തിനെ അലീനെ മൊത്തം ഒന്ന് നമ്മളെ പോവോ കുടുംബത്തിനെ അലീനെ മൊത്തം വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് ഒരു കാര്യമാണ് നിന്റെ അടുത്ത് ഹലോ? പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ആ പറ ഡേ നിന്റെ അമ്മ വേണമെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോടാ നിന്റെ അമ്മ വന്ന് അല്ലെങ്കിൽ അടിച്ചു കൊല്ലോ അവളെ വീട്ടിൽ കേട്ടാ ഇത്രയും വെച്ചോണ്ട് ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് എനിക്ക് കല്യാണം കഴിക്കുന്നതിലും മടിയാണ്. പക്ഷെ സിറ്റി ഫുള്ള് ലൈവ് ബ്ലാസ്റ്റ് അടിച്ചു നടക്കണതിന് കുഴപ്പമില്ല. എന്ത് ലൈവ് ബ്ലാസ്റ്റ് എന്ത് ലൈവ് ബ്ലാസ്റ്റ് എന്നാ രണ്ടാമതൊരു മോൻ അറിഞ്ഞോ? രണ്ടാമതൊരു മോൻ. ആ അതൊക്കെ ദത്തെടുത്തയാ കഴിവുള്ളവർ ദത്തെടുക്കും അത് ഇട്ടെടുത്തതാണ് പൂട്ടി ആ ചെറുക്കൻ പറഞ്ഞേ അല്ല ഇത് അല്ല അല്ല അണ്ണു ഇത് ലൈവ് ബ്ലാസ്റ്റ്. അണ്ണു ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ നമ്മളെ എവിടെ ബോധിപ്പിക്കേണ്ട കാര്യം എന്തിനാണ് അണ്ണു നമുക്ക് നമ്മളെ കല്യാണം ആലോചിച്ച് പോയപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടവരത്തൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യം എന്തിനാണ് ആരാ വേണ്ടെന്ന് പറഞ്ഞേ? ആരാ വേണ്ടെന്ന് പറഞ്ഞേ? നീ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ എപ്പോ പറഞ്ഞു? ആ ഞാൻ എപ്പോ വേണ്ടെന്ന് ദേ അണ്ണു നോക്കിയേ അണ്ണു ബ്ലാസ്റ്റ് അടിച്ച് നടന്നു? അണ്ണുവിനെ അടിക്കുന്നു നീ വണ്ടി കൊണ്ട് വരുന്ന അണ്ണോളാ പിള്ളേരടി കണ്ണ പിന്നെ അഴുക്ക അവൻ അവന്റെ കൂടെ വന്നിട്ട് കണവണ സ്വഭാവം വന്ന് കാണിക്കരുത് മനസ്സിലായോ? ആ അവനെ അടിച്ചു വാടാ ചന്ദ്ര വാ. മാമ അവനൊന്ന് ടേക്ക് കയറി എന്തിരി ഇഴഞ്ഞു പോണ അണ്ണു ചാടി അണ്ണു അണ്ണു ഇവിടെ നിൽക്കും ഞാൻ പറഞ്ഞുതരാം സംഭവം പറഞ്ഞുതരാം ഈ വണ്ടി ഓഫ് ചെയ്യട്ടെ ആദ്യം ആ എടേ കണ്ണാപ്പിയെ ഗ്യാങ്ങിൽ നിങ്ങളുടെ കളഞ്ഞല്ലോടാ ശല്യവാടാ നീ ഇഷ്ടമല്ലടാ അവനെ. ആ നമുക്ക് കളയണ്ണ ആ. ആ സ്ലോട്ടിൽ ആ ഓക്കെ അണ്ണു ആ slot. ആ പറ അന്ന് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സിറ്റിയിൽ മിസ്റ്റർ എക്സ് അല്ലാണ്ട് സിറ്റിയിലെ ഗണ്ണ് ഡീലിങ് ചെയ്യുന്നത് ബിസിനസ് പരമായിട്ട് ഒസാമയാണ് ചെയ്യുന്നത്. ഓക്കെ ഒസാമയുടെ കയ്യിൽ ഗണ്ണ് വരുന്നതും പോകുന്നതും ഒക്കെ ലീഗൽ സൈഡ് മാത്രമാണ് പുള്ളി ഡീൽ ചെയ്യണം. പുള്ളി ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ എക്സിന് മാത്രമാണ് അത് ഇല്ലീഗൽ. പക്ഷെ മിസ്റ്റർ എക്സിന് പ്രൂഫും ഇല്ല. എടാ 5 കോടിക്ക് കൊടുക്കുന്ന കണ്ണ് ഒസാമ ഇവിടെ 10-15 കോടി 16 കോടിക്ക് കണ്ടല്ലേ കൊടുക്കുന്നേ? ഇല്ല നമുക്ക് 80 ലക്ഷം നിനക്കറിയാം. ഞാനും ഒസാമയൊക്കെ മുട്ട കമ്പനി ആയിരുന്നില്ലേ? ആ നിങ്ങൾ മറ്റേ ഡീൽ ഓ പിന്നല്ലാണ്ട് ഞാൻ ഈ പറയണെന്ന് പറഞ്ഞു നിർത്തിയോ അതോടുകൂടി അതോ? ഇല്ല പുള്ളി ഇവിടെ കാണും. അല്ല നീ അതോടുകൂടി നിർത്തിയോന്ന്? ഞാൻ നിർത്തിയില്ലേ സ്പോട്ടില് എല്ലാ പരിപാടിയും. നിർത്തിയല്ലേ? പറ കേക്കട്ടെ ബാക്കി പറ. സസ്പെൻഷൻ അണ്ണു ഞാൻ സസ്പെൻഷനെ കഴിഞ്ഞത് തിരിച്ച് കേറിയിട്ടില്ല. കേറാറുമ്പോ ഞാൻ പറയാം. കഴിഞ്ഞു ഇന്നലെ കേറിയോ? ഓ ഇന്നലെ ചാർജ് എടുത്ത്. പറ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നേന്ന് പറഞ്ഞാണോ തെറ്റ് നമ്മള് തിരുത്തണം. ഞാൻ എന്റെ തെറ്റ് തിരുത്തിയിട്ടാണ് ഞാനിപ്പോ ഈ നല്ല വഴിയിൽ ഞാനിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി. ഈ ഒസാമയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമ അങ്ങനെ അധികം ഞാൻ കാര്യം പറ്റാം സിറ്റിസൺസിന് ഗണ്ണ് കൊടുക്കല്ലെന്നേ മിസ്റ്റർ എക്സ് തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഗ്യാങ്ങിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് മിസ്റ്റർ എക്സ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഗ്യാങ് ഇപ്പൊ നമുക്കായാലും ഇതാണ് ഞാൻ വാസുവിന്റെ അടുത്ത് പറയണം നമ്മുടെ ഒരു കണ്ടമാനം കണ്ണ അല്ലാണ്ട് പറഞ്ഞ കണ്ടമാനം കണ്ണാണ് നമ്മളെ ഇരിക്കണേ. വേറെ ഒരു ഗ്യാങ്ങിന്റെ ഇല്ലാത്തത്ര ബാക്കപ്പ് നമ്മളെ ഉണ്ട്. വേണം 5,000-10,000 കൊടുക്കണം. വേണ്ട കൊടുക്കണ്ട, അതല്ലേ പറഞ്ഞ കൊടുക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒസാമ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും പ്രൂഫൊന്നും ഇല്ല അവരെ ഇല്ല മിസ്റ്റർ എക്സിന്റെ. ഒസാമ വിളിക്കണോ നമ്മുടെ പയ്യൻ? ഒസാമ ഒളിവിൽ പോയാട്ടാ. ഇപ്പൊ എന്താണ് വിഷയം? എന്തിനാണ് ഇപ്പം? വിഷയമൊന്നും ഇല്ല മോനെ, ഞാനിങ്ങനെ ജസ്റ്റ് നീ അതിനകത്ത് ഇൻവോൾവ് ആണോന്ന് അറിയാൻ വേണ്ടി. ഇല്ല ഞാനതിൽ ഇൻവോൾവ്ഡേ അല്ല. മിസ്റ്റർ എക്സ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒന്നും പറയാൻ കാരണം? മിസ്റ്റർ എക്സ് പറഞ്ഞല്ലടാ, ഇത് പണ്ടേ എന്റെ അടുത്ത് പറഞ്ഞു നിന്നെ കാണണ്ടേ സിറ്റിയില്.
മനസ്സിലായോ? അതുകൊണ്ടിട്ടൊന്ന് ചോദിച്ചല്ലേ ചേട്ടൻ. അല്ലാണ്ട് മോനെ ഞാൻ സംശയിക്കുവോ? നീ ആളൊരു കഴിവേറിയാണെങ്കിലും ഡീലിങ് കുറച്ച് നൈസ് ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് ചോദിച്ചത്. ആ അണ്ണാ അതാണ് ഇതിനകത്ത് ഞാൻ ഇതില് ഉൾപ്പെട്ടാലൊന്നും ഇതില് ആലോചിക്കും. എന്റെ ഞാൻ അടുത്തുണ്ടല്ലോ. പൈസക്ക് പറയുന്നേക്ക് നമുക്ക് കൺസൈൻമെന്റ് ഇടിക്കുന്നതിനകത്ത് നിന്ന് കുറച്ച് 10-20 എണ്ണം എടുത്തങ്ങ് വിറ്റാലും. ഇല്ല അണ്ണു, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. മോശമാണല്ലോ, എല്ലാം ഞാൻ- മോശമാണ്. എടാ, ഞാൻ ഞാൻ തെറ്റുകളൊക്കെ തിരുത്തി ഞാൻ. അണ്ണുവിന് ഗ്യാങ്ലോ ഉണ്ടാ? ഗ്യാങ് റോൾ അതൊക്കെ സെറ്റാക്കാം. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അണ്ണുവിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂല, എന്നെ സസ്പെൻഷൻ ചെയ്യാൻ പറ്റും. അണ്ണുവിന് അതിന്റെ പവർ ഉണ്ട്. പക്ഷേ വാസുവിനെ വെട്ടിച്ചിട്ട് ഒരു 40 കണ്ണെടുത്തിട്ട് അങ്ങ് വിറ്റ് കഴിഞ്ഞാ പോരെ? ഏതാ അവന്റെ കണക്ക് വെട്ടിച്ചിട്ട് 40 കണ്ണെടുത്ത് നമുക്ക് അങ്ങ് ബ്ലാക്കി വിൽക്കാന്ന്. ഒസാമയുടെ ഇതും പിടിച്ചിട്ട്. ഒരു മിനിറ്റ്, ഓൾ ഫാമിലി കൈൻഡ് ഡ്രോപ്പ് നമ്പർ ഞാൻ പറയാം. അണ്ണൊന്നൂറ് പറയൂ. അതായത് എല്ലാ കണ്ണും എടുത്തിട്ട് എടാ കൺസൈൻമെന്റ് കിട്ടിയ കണ്ണീന്ന് കണക്ക് വെട്ടിച്ച് പ്രകാരം 40 കണ്ണെടുത്തിട്ട് ഒസാമയുടെ ഇതും പിടിച്ചിട്ട് ബ്ലാക്കിന് വിറ്റാലോന്ന്. അണ്ണ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല ഇപ്പം. അതായത് കണക്ക് വാസോണ്ട് കറക്റ്റ് ആയിട്ട് പറയാം. വാസോണ്ട് എണ്ണിയൊക്കെ അകത്തോട്ട് കേട്ടണേ, മനസ്സിലായില്ലേ? അതിൽ നമുക്ക് കൈയിട്ട് തൊടാൻ പോലും പറ്റത്തില്ല, അത്രയും വാസോണ്ട് നോക്കുന്നുണ്ട്. അണ്ണുവിന് നിർബന്ധമാണെങ്കിൽ നമുക്ക് 5-6 എടുക്കാം. 5-6 എടുക്കാം. അതാ ഞാൻ ആലോചിക്കുന്നത്. 5-6 എടുത്തിട്ട് എത്ര രൂപയ്ക്ക് ഒരു കണ്ണ് വിൽക്കുന്നത്? ഒരു 10 കോടിക്കാൻ കൊടുക്കാന്നേ. 10 കോടി നഷ്ടമാണ്. ഒരു 15 കോടി. 15 കോടിയൊക്കെ വലിയ എമൗണ്ട് ആണു, കിട്ടുമെന്ന് തോന്നില്ല. തോന്നുന്നില്ല. അത് നീ എങ്ങനെ സെറ്റ് ആക്കുന്നത്? ഇത് കണക്ക് വെട്ടിച്ച് എടുക്കുന്ന ഏർപ്പാട് എങ്ങനെ? കണക്കോട്ട് ചേർപ്പെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീലിംഗ് പറയാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കൺസൈൻമെന്റ് അടിച്ചിട്ട് 100 കണ്ണ് കിട്ടിയെന്ന് വെച്ചോ, അത് നീ എങ്ങനെ 20 അടിച്ചു മാറ്റുന്നത് എന്ന് പറഞ്ഞേ? ഞാൻ എടുക്കത്തൊന്നുമില്ല. ഇതെല്ലാം എടുത്തോണ്ട് അകത്ത് വെക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേവനാണ്, കണ്ണാപ്പിയാണ്. കണ്ണാപ്പി എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഞാൻ ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയതല്ല. നീ ഉടായി പറയുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് മനസ്സിലാവും നീ കള്ളം പറയുന്നതെന്ന്. ഞാൻ നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ? അല്ല, അന്ന് ഞാൻ പറഞ്ഞത്, അതായത് ഗ്യാങ് ഹൗസിൽ എപ്പോഴും നമ്മുടെ ആക്റ്റീവായിട്ട് ഇവിടെ ഈ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ടും കാണുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ കണ്ണാപ്പി, ബോബോയ്, പിന്നെ ഇവൻ ആര് SRK, ഇവന്മാരൊക്കെയാണ് കണ്ണുകൊണ്ട് വെക്കുന്നത്. അപ്പൊ ഇവര് വിചാരിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ ഇവര് വിചാരിച്ചാൽ അതങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ പിന്നെ കഴിഞ്ഞ പരിപാടിയിലൊക്കെ ഇതായപ്പോഴത്തേക്കും വാസവണ്ണം പറഞ്ഞ കൊടുക്കണ്ടത്. അങ്ങനെ വാസവണ്ണം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പാട്ടിൽ ബാക്കപ്പ് നമുക്ക് ഉള്ളിടത്തോളം കാലം നമ്മൾ കാശിന് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ലെന്നാണ് വാസവണ്ണം പറയണത്. അച്ഛനില്ലാത്തോളം കാലം ബാക്കിയുള്ളവരെ അച്ഛന്ന് വിളിക്കുന്ന കണക്ക്. വണ്ടി കയറി ഒരു ഡീലുണ്ട്, ഞാനേ നാളെ പറയാം. പക്ഷെ കൂടെ നിക്കണം കേട്ടോ. ഓ ഞാൻ നിൽക്കും, പിന്നെ അല്ലാണ്ട്. എന്ത് പരിപാടി ഇന്ന്? ആണോ? എന്ത് പരിപാടി? ഒരു പരിപാടി ഇല്ല. ഒരു മിനിറ്റ്. ചത്തില്ലടാ, ചത്തല്ല. ഹലോ നീകനല്ലേ ചത്തവൻ? ഞാൻ വീഡിയോ വെച്ചിട്ട് ചത്തിയാണോ അവൻ? ഇല്ല, നേരത്തെ ചത്ത. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ചത്ത വീണയാണ്. നീക ഗാങ്ങിലല്ലേ? അപ്പൊ ഡ്രസ്സ് ഒന്ന് ഊരി വെച്ചേക്കണേ. ഞാൻ മടക്കി ലോക്കറിനകത്ത് തന്നെ അതുപോലെ അങ്ങ് വെച്ചേക്കാം. EMS വന്നില്ലേ? ഒരു മനുഷ്യയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് താനെ പോകും. അണ്ണേ ഇത് പറ, ഇപ്പൊ മിസ്റ്റർ എക്സ് ആയിട്ട് ഡിസ്കസ് ആവാനുള്ള കാര്യം എന്തിനാണ്? ഡിസ്കഷൻ ഒന്നും ഇല്ലടാ. നമ്മള് സംസാരിച്ച സമയത്ത് ഞാനും ജോണി പാപ്പനും മിസ്റ്റർ എക്സും കൂടെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ്, ഇങ്ങനെ സിറ്റിയില് നീ ഓൾറെഡി മറ്റേ 40 സാധനം ഇട്ടത് നമ്മൾ ഓൾറെഡി മിസ്റ്റർ എക്സ് പറഞ്ഞായിരുന്നല്ലോ. മിസ്റ്റർ എക്സ് ആണല്ലോ പറഞ്ഞേ, നമ്മള് കൺഫ്യൂസ് ചെയ്തായിരുന്നല്ലോ. എന്റെ പേര് പറഞ്ഞായിരുന്നോ? ഇല്ലെന്നാ തോന്നുന്നു. ഇല്ല, പേര് പറഞ്ഞിട്ടില്ല. പേരെങ്ങനെ പറയുന്നത്? പറയാൻ പറ്റൂ? അപ്പൊ ഇങ്ങനെ ഒസാമയുടെ കാര്യം പറഞ്ഞ സമയത്ത് നീ അന്ന് ഗാങ്ങിന്ന് കണ്ണെടുത്തോണ്ട് പോയില്ലേ? അത് ഒസാമയെന്ന് പറയുന്നതിനായിട്ട് ആണോ ഡീൽ ചെയ്തെന്ന് ചോദിച്ചതാ. ഇല്ല, അത് മുത്തു എന്ന് പറഞ്ഞ ഒരാളുടെ ഡീൽ ചെയ്തത്. ഒസാമയ്ക്ക് വലിയ പങ്കൊന്നുമില്ല. ഈ ഒസാമ എന്ന് പറഞ്ഞ ഒരാള് എല്ലാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒസാമയെ പിടിക്കണമെങ്കിൽ മിസ്റ്റർ എക്സിന് പറ്റൂല ഒന്നാമത്തെ കാര്യം. കാരണം മിസ്റ്റർ എക്സിന് പ്രൂഫ് വേണം ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം മിസ്റ്റർ എക്സിന് ഇതിന്റെ സോഴ്സ് അറിയണം. ഇപ്പൊ ഞാനൊരു കാര്യം പറട്ടെ, നമ്മൾ ഒസാമയ്ക്ക് കണ്ണു കൊടുത്തു, കൊടുത്തെന്ന് വിചാരിച്ചു. ഇത് മിസ്റ്റർ എക്സ് അറിഞ്ഞു കഴിഞ്ഞാ ഒസാമയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ പണിഷ്മെന്റ് നമുക്ക് കിട്ടും. അപ്പൊ ആരെങ്കിലും പറയൂ അത് പുറത്ത്? അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഡീലാക്കാൻ പറ്റും? ഈ ഒസാമയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊന്ന് ഡീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വന്നേ. നീ അവന് കേൾക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഇവിടെ ഇരുന്നേ, എനിക്ക് കാര്യം പറയുമ്പോ ഇരിക്കണം. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണ്ണിന്റെ പരിപാടി ഒരുമിച്ച് എങ്ങനെ ചെയ്താലും. ഇല്ല, ഞാൻ ഇനി ചെയ്യില്ല. ഞാനെല്ലാം നിക്കുന്ന ചെയ്യാന്നടാ. മണപ്പാട്ടിൽ സാബൂര് നമ്മളെ ബാക്കപ്പ് ചെയ്യാനുള്ളടത്തോളം കാലം നമ്മൾ ഒന്നിനും പേടിക്കേണ്ടതാണ് വാസവനം പറഞ്ഞത്. ഒന്നിനും പേടിക്കണ്ടാ. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു 10 എണ്ണം കൊടുക്കാലോടാ നമുക്ക്. ഇതിന്റെ ഒരു ഹരം അറിയണ്ടേ മോനെ? കുറച്ച് ഹരം നുണയണ്ടേ? ഞാൻ ടച്ചൗട്ടാണോ ഇനിയിപ്പോ? എടാ ചന്ദ്ര, ഞാൻ നിന്റെ അടുത്ത് ഇതുവരെ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചോ ചന്ദ്ര? ഇത് ജസ്റ്റ് ചന്ദ്ര, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ പറ. നീ 4-5 വർഷമായിട്ട് എന്നെ കാണുന്നത്, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ പറ. ഞാൻ നോക്കട്ടെ അന്വേഷിച്ചോട്ടെ, പയ്യന്മാരൊക്കെ ആക്റ്റീവ് ആണോ നോക്കട്ടെ. ചന്ദ്ര, യു ഷുഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, ഞാൻ നിന്റെ കൂടെ കൂടിയേ കുറച്ച്. ഞാൻ നന്നായിപ്പോ ചന്ദ്ര, ഞാൻ നന്നാവും അങ്ങ് ഇന്നോട്ട്. ചന്ദ്ര, കോഴിക്ക് മറ്റേത് വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. അണ്ണു ദേ ഇന്നെ ദേഹത്തോട്ട് ഗ്യാങ് ഡ്രസ് അങ്ങോട്ട് കേറിയുണ്ടല്ലോ. നമ്മ ഗ്യാങ് ആണ്, അണ്ണുവാണ്, വാസുണ്ണനാണ്. കുറച്ച് ഹരം നുണയിട്ടാ ഞാൻ. ഒരു മിനിറ്റ്, അത് നിന്റെ അച്ഛനുണ്ട് കൂട്. അതല്ല ഞാൻ പറയുന്നേ. എടാ ഇതെന്തെങ്കിലും ചെയ്യടാ മോനെ. സമയമാണ്. നീ എപ്പ എന്റെ അടുത്ത് പറയും? നാളെ. ഇന്ന് ഞാൻ ഒന്ന് നമ്മുടെ റൂട്ട് മാപ്പ് ഒക്കെ എടുത്ത് നോക്കട്ടെ. പക്ഷെ ഇത് എന്തിനാണ് അണ്ണൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയില്ല അണ്ണൂനെ? എടാ എക്സ്പീരിയൻസ് ചെയ്യാനല്ല, നമ്മൾ ആദ്യം ഒന്ന് ഇൻലീഗൽ തുടങ്ങി, അങ്ങനല്ലേ നമ്മൾ വലിയൊരു സംഭവം ആവുന്നേ. നിന്റെ കൂടെ ഞാനുണ്ടെങ്കിൽ നിനക്കൊന്നും പേടിക്കാനല്ലോ, എനിക്കൊന്നും പേടിക്കാനല്ലോ. നമ്മൾ ഇല്ലീഗൽ കിടലാവണമെങ്കിൽ ഇത്ര ചെയ്താൽ നമുക്ക്. നമ്മളൊരു 10-30 ഇപ്പൊ നമ്മുടെ 30 പേര് വരത്തില്ലേ വിളിച്ചു കഴിഞ്ഞാ? എടാ നീ എന്താണ്? അല്ല അങ്ങനല്ല അണ്ണു, നമ്മുടെ സൈഡിൽ 30 പേര് വരത്തില്ലേ ടി വി എന്ന്? വരും. 30 പേരെ വിളിച്ചോണ്ട് ഹെവി ആർമഡ് ആയിട്ട് നേരെ പോയി മിസ്റ്റർ എക്സിന്റെ ഓഫീസ് കയറി അടിക്കാം വരെ ചന്നം പിന്നെ വാരിയിട്ട് പോടാ ഇറങ്ങി. വല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇതായിട്ട് സ്നീക്കി ആയിട്ട് ചെയ്യാന്ന സമയത്ത് അവന് അത് പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഒറ്റ മൈൻഡിലൊക്കെ ചെയ്യണോ? ഇതൊക്കെ അവന്മാരൊക്കെ പറക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അല്ല ഇല്ലീഗൽ സാധനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ ഇല്ലീഗൽ സാധനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞാൻ പിടിച്ചോളാം. എന്തിനു പിടിച്ചാന്ന്? പക്ഷെ ബാക്കി ഞാൻ ഏറ്റെടുത്തോളാന്ന്. അണ്ണു ഇല്ലീഗൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ പിടിച്ച കഴിഞ്ഞാൽ തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 20. അണ്ണു ഞാൻ കാര്യം പറയാം, ഇത് ബിസിനസ് ആണ്. നമ്മൾ ഗ്യാങ് വാർ കളിക്കുന്നതിനെക്കാട്ടിൽ ടഫ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ബിസിനസ് ചെയ്യുന്നത്. അതാ ഞാൻ പറയുന്നേ, ബിസിനസ്സിൽ ചെയ്യുന്ന സിറ്റിയിൽ. അതാ ഞാൻ പറയുന്നേ, വി ഷുഡ് മേക്ക് സംതിങ് ഹാപ്പൻ. അതാണ് ഞാൻ പറയുന്നേ. മനസ്സിലായി നിനക്ക്? ഞാൻ ചാത്തന്മാരുടെ അടുത്ത് ചോദിക്കട്ടെ. സാത്താന്റെ അടുത്ത് ചോദിക്കട്ടോ? ഏത് സാത്താൻ? ചാത്തന്മാരുടെ ഒന്ന് ചോദിച്ചിട്ടൊന്ന് പറയണ മോനെ. ഓക്കെ, എനിക്ക് നിന്നെ മാത്രമേ കുറച്ചെങ്കിലും വിശ്വാസമുള്ളൂ. അണ്ണോ അതെനിക്ക് അറിയാലോ. അണ്ണോ അതെനിക്ക് സത്യം പറഞ്ഞ കഴിഞ്ഞാൽ വാസു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഉട്ടായിപ്പാട്ടോ. നീ അന്ന് മറ്റേ ഗ്യാങ്ങിൽ നിന്ന് വണ്ടി ഇതെടുത്ത സമയത്ത് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, എടാ ഇത് ബ്ലാക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ഓപ്പൺ ചെയ്യട്ടെ. അണ്ണൂനും ആ മേരി മാത ഓർഫണേജിലെ സിസ്റ്ററിനും ലൈവ് ബ്ലാസ്റ്റിലുണ്ടായില്ലേ വാസവണ്ണ? സത്യം പറ. എന്തൊക്കെയാടാ ഈ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം? അല്ല എനിക്ക് സംശയം ഡൗട്ട് എനിക്ക്. കാരണം അണ്ണു സ്ഥിരം കാണാൻ പോകുമ്പോഴും അണ്ണു വാസുവിനെ കാണാൻ വേണ്ടി സ്ഥിരം എല്ലാ മാസം പോകുമെന്ന് പറഞ്ഞല്ല അവന് ഞാനും തമ്മിൽ 7 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ഞാനപ്പോ 7ാം വയസ്സിൽ ഞാൻ അവനെ ഓനുണ്ടാക്കിയവനെ. എന്തൊരു വാണത്തരപ്പുണ്ടേ. അല്ല അന്ന് കാണാൻ പോയത് വാസുവിനെ കാണാൻ ഇടക്കിടക്ക് ഓർഫണേജ് പോകുന്നില്ല. അന്ന് അണ്ണൂന് അത്യാവശ്യം ഏജ് ഇല്ലേ? എടാ നീ പറയുന്നതൊക്കെ ഉണ്ടല്ലോ പര ഊമ്പിത്തരമാണ്. ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, മനസ്സിലായോ? എന്ത് ബുദ്ധിയില്ലാന്നും ഒന്നുമില്ല. നീ വണ്ടി കയറി. ഇതിനെന്തോ ചെയ്യും? ഇത് മണ്ണടിഞ്ഞു മൺമറഞ്ഞു പോയോ ഇവൻ?
ഞാൻ ചോദിക്കാൻ മനസ്സിലായി. അവിടുത്തെ വാർഡന്റെ കാര്യമാണ് ഞാൻ ചോദിച്ച അണ്ണൂന്റെ അടുത്ത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡീലാക്കാം കേട്ടോ. എടാ ഇവിടെ ആരും ഇല്ലേടാ ഇവനെ രക്ഷപ്പെടുത്താൻ. ദയനീയ ഞാൻ ഹെൽപ്പ് ഇട്ട. എനിക്ക് ദയനീയം തോന്നുന്നു എൻ്റെ അളിയൻ്റെ അവസ്ഥ ഉണ്ട്. ഹെൽപ്പ് എല്ലിട്ടുണ്ട് ഇപ്പൊ വരും. മോനെ നമുക്ക് കൊണ്ട് പോയാലോടാ. റെഡി കറക്റ്റ്. ആ പോവാം. നമ്മൾ ആരൊക്കെ ഉണ്ടോടാ ഗ്യാങ്ങില്? ആരൊക്കെ ഉണ്ട്? അണ്ണുകൂടി /help ഇട്ട് അടിച്ചിട്ട് EMS ഗോഡ് പെട്ടെന്ന് വരാൻ പറ. /help റിപ്പോർട്ട്. അപ്പൊ റിപ്പോർട്ടിന്റെ പറ്റാ അത് വരും. അതില് രക്ഷപ്പെടുത്തണേന്ന് പറ. ശശി പോട്ട് പൊക്കാണെങ്കിൽ കൊറേ നേരം ആയല്ലോ കിടക്കാൻ തുടങ്ങിട്ട്. എടാ നീ ജി അടിച്ചില്ലടാ നീക? കണ്ണാടി നിങ്ങൾ എവിടാണ് നിക്കുന്നേ? ആരെയോ എടുത്തേ? ആരോടാ അവർ ശേഷം വരൂല്ല. അവരുടെ ഗ്യാങ് ഹൗസിലല്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എന്റെ അടുത്തുണ്ട്. ഞങ്ങള് മലയാളം മുതുക്കി ചന്ദ്ര മുതുക്കിലോട്ടൊന്ന് പാടാ. ജോണി പാപ്പൻ എന്തോ സംസാരിക്കുന്നു. എടാ നിങ്ങൾ ഈ വള്ളി ആയിരൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് നമ്മളിപ്പോ വരാം. മുതുക്കിലോട്ട് വരും. അപ്പൊ പാടം നിക്കി നിങ്ങൾ പടക്കാതെ. വള്ളി പിള്ളേർ വാങ്ങിക്കോളാം. നമ്മളിവിടെ വരി നോക്കുക. അടി വരുമ്പോ പോയി അടിക്കുക. അത്രേ ഉള്ളു. ബാക്കി വള്ളി പറയാൻ വാങ്ങിക്കോളാം. 40 പേരെന്ത് ഇടിച്ചിട്ടാ ഞാൻ. എടാ സോറി എടാ. ഇവിടെ ചത്താർന്ന് ആരേലും? ചത്താർന്നാ? ഒരു മിനിറ്റ് ബ്രോ. സോറി ഏട്ടാ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് ചേച്ചിയായിട്ടാ ബന്ധം. അയ്യോ നടന്ന പ്രശ്നമാണോ? ഒരു 5 മിനിറ്റ് ആയി. ഒരു മിനിറ്റ്. 10 മിനിറ്റ് ടൈം എന്ത്? നീ ചുമ്മാ ഇരടേ. നീ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാക്കല്ലേ. എണീറ്റോടനെ ഹെൽപ്പ് ഇട്ട വരത്തൂല്ല. എന്ത് ശോഭം. ഹലോ ബ്രോ നിങ്ങളേത് ഗ്യാങ്ങാ? നിങ്ങള് വേറെ ഏതെങ്കിലും സിറ്റിയിൽ എന്നെ കണ്ടു പരിചയമുണ്ടാ? സത്യം പറയണേ. എടാ സോറി അറിയണ്ട ചെയ്യണേ. ഓ പിന്നെന്ത് നമ്മള് നിങ്ങളുടെ പേരെന്തുവാ? കേട്ടോ പറയുന്നത്. ഹലോ അതെ ഹായ് ബ്രോ. കുട്ടായി ബോസാ.
ഓ ബോസ് എങ്ങനെ അച്ഛന്റെ പേര് അച്ഛൻ്റെ പേര് ജെയിംസ് കുട്ടായി, അപ്പൂപ്പന്റെ പേരാണ് കുട്ടായി ബോസ് എന്നുള്ളത്. ഓ അപ്പുവിന്റെ പേര് ഇന്ന് പാരമ്പര്യ കിട്ടിയാണല്ലേ. ഓക്കെ 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 നൈസ് നെയിം. അച്ഛൻ അപ്പൂപ്പന്റെ പേരാണ് എനിക്ക് ഇട്ടത്. മനസ്സിലായി മനസ്സിലായി. നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കാം നോക്കാം. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ക്യാമറ ആവൂടി